ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. നമ്മളിന്ന് എവിടെയെന്നറിയാം വന്നിരിക്കുന്നത്? തൃശ്ശൂർ ജില്ലയിൽ ഒരു മാങ്ങ മേള നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് വന്നേക്കുവാണ്. ഇത് തൃശ്ശൂർ ടൗൺ ഹാളിലാണ് മാങ്ങാമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് ഏപ്രിൽ 28, 29 ദിവസങ്ങളിലായിരുന്നു ഇവിടെ മാങ്ങാമേള ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് അകത്തേക്കൊന്ന് കടന്നാലോ? അകത്തേക്ക് പോയി അവിടെ മാങ്ങയുടെ മേള നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഒരുപാട് വെറൈറ്റി മാങ്ങകൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ പറഞ്ഞത് 1500-ൽ പരം വിവിധ തരത്തിലുള്ള മാങ്ങകളുടെ ശേഖരണമാണ് ഇവിടെ നമുക്കായിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ മാങ്ങ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള വിഭവങ്ങളും നമുക്കിവിടെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് അകത്ത് കയറി ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ? അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ മാങ്ങ മേളയിലേക്ക്, അതുപോലെ തന്നെ സന്ധ്യാസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്കും. അപ്പോൾ അതേ നമ്മൾ അകത്തേക്ക് കയറി. ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് മാങ്ങയിൽ ഒരുപാട് വിഭവങ്ങൾ, സ്ക്വാഷ്, ജാം, അങ്ങനെയെല്ലാം ഇവിടെ കാണുന്നുണ്ട്. അത് കൂടാതെ മാവിൻ്റെ ഒരുപാട് ഇനം മാവിൻ തൈകൾ ഇവിടെ വിൽക്കുവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ നീലം മാവ്, അതിൽ ഹിമപസന്ത്, മൽഗോവ, അതിൻ്റെ എല്ലാത്തിൻ്റെയും തൈകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നല്ല നല്ല കാഴ്ചയിൽ തന്നെ നല്ല സ്ട്രെങ്ത് ഉള്ള നല്ല തരം തൈകളാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ നീലൻ മാങ്ങയുടെയും ഹിമപസന്ത് അങ്ങനെ ഒരുപാട് തരമുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ ഇതിൽ വൈകിപ്പോയത് കൊണ്ട് തന്നെ കുറേ തൈകളൊക്കെ ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോയി. ബാക്കിയുള്ള കുറേ തൈകൾ ഇപ്പോഴും അവിടെ അങ്ങനെയുണ്ട്. ഇതൊക്കെ നമ്മൾ ടൗൺ ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ പല വെറൈറ്റി മാങ്ങകൾ ഇവിടെ വിൽക്കാനായിട്ടും ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതിൽ കണ്ടേക്കുന്ന 1500 തരം മാങ്ങകൾ ഡിസ്പ്ലേയിലുണ്ടെങ്കിലും വിൽക്കാനായിട്ടുള്ളതൊരു 10-15 വെറൈറ്റി മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ കാണുന്നത് ഹിമപസന്ത്, അതിൽ മൽഗോവ, തോട്ടപ്പള്ളി, നമ്മുടെ നാടൻ മാങ്ങകളുണ്ട്. പിന്നെ അത് കൂടാതെ നടേഷ്യൻ അങ്ങനത്തെ ഒരു മാങ്ങകളുണ്ട്. പിന്നെ മൂവാണ്ടൻ, ഇങ്ങനെയുള്ള മാങ്ങകളൊക്കെയാണ് ഇവിടെ വിൽക്കാൻ. പ്രിയൂര് മാങ്ങയുണ്ട്. അപ്പോൾ ഇത്തരം മാങ്ങകളുടെ ശേഖരണങ്ങളാണ് ഇവിടെ വിൽക്കുവാനായിട്ട് വെച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇനി കാണാൻ പോകുന്ന 1600 മാങ്ങയുടെ ശേഖരണങ്ങളൊന്നും ഇവിടെ വിപണിയിൽ വിൽക്കാൻ വെച്ചിട്ടില്ല. ഇങ്ങനെ കുറച്ചൊരു 10-15 തരം മാങ്ങകൾ മാത്രമാണ് ഞാനിവിടെ വിൽക്കുവാനായിട്ട് കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വന്ന സ്ഥിതിക്ക് ഞാൻ കുറച്ച് മാങ്ങകൾ ഞാൻ വാങ്ങിച്ചു. തന്നെ ഫ്രഷായിട്ട് ഇങ്ങനെ, അതും എല്ലാം പഴുത്തതൊന്നുമല്ല, നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി പഴുപ്പിക്കാം. പിന്നെ കുറേ പഴുത്തതും ഉണ്ട്. ഒരുപാട് വെറൈറ്റി ഈ പറഞ്ഞ പോലെ മൽഗോവയൊക്കെ കണ്ടു കേട്ടോ. മൽഗോവ, തോട്ടപ്പള്ളി, അങ്ങനെയുള്ള കുറേ മാങ്ങകൾ. അല്ലാതെ നമ്മളിനി കാണാൻ പോകുന്ന എല്ലാ വെറൈറ്റി മാങ്ങകളുടെ ശേഖരണമൊന്നും ഇവിടെ വിൽക്കുവാനായിട്ട് വെച്ചിട്ടില്ല. എന്തായാലും വന്ന സ്ഥിതിക്ക് ഞാൻ കുറച്ച് മാങ്ങ വാങ്ങിച്ചു കേട്ടോ. ഞാൻ വാങ്ങിച്ചത് മൂവാണ്ടൻ, അതിൽ നാട്ടുമാങ്ങ, പിന്നെ കുറച്ച് ബംഗാനപ്പള്ളി, അങ്ങനെ കുറച്ച് മാങ്ങകൾ, എല്ലാം കൂടി ഒരു 1.5 കിലോ മാങ്ങയുടെ അടുത്താണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാനിവിടെ മാറ്റി വെച്ചു. കാരണം വാങ്ങിച്ച മാങ്ങയുമായിട്ട് ഇനിയിപ്പോൾ നമുക്ക് നടക്കണ്ടല്ലോ. കാരണം നമ്മളകത്തേക്ക് ടൗൺ ഹാളിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ 1600-ൽ പരം വ്യത്യസ്തമായ തരത്തിലുള്ള മാമ്പഴങ്ങളുടെ ഒരു മേളയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഈ കവറും പിടിച്ച് ഇനിയിപ്പോൾ നമ്മൾ നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ച മാങ്ങകളൊക്കെ അവിടെ അങ്ങനെ വെച്ചു. എന്നിട്ട് നേരെ ടൗൺ ഹാളിനകത്തേക്ക് പോകുവാണ്. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് വിവിധ വെറൈറ്റി നമുക്ക് കാണാം. ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച മാങ്ങകൾ കേട്ടോ. അപ്പോൾ അത് ഞാനവിടെ വെച്ചു. അപ്പോൾ ഇനി നമ്മൾ നേരെ ടൗൺ ഹാളിനകത്തേക്ക് കയറുവാണ്. അവിടെയാണ് ഇത്രയും വെറൈറ്റി മാങ്ങകളുടെ ഡിസ്പ്ലേ വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് പല വെറൈറ്റി മാങ്ങകൾ ഏതൊക്കെയാണ് നമ്മൾ പോലും കാണാത്തതും നമ്മൾ പോലും അറിയാത്തതും തരത്തിലുള്ള വിവിധ തരം മാങ്ങകളാണ് നമുക്കായിട്ട് ഇവിടെ കാഴ്ചയ്ക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. നമ്മളങ്ങനെ ടൗൺ ഹാളിൻ്റെ ആ ഒരു പടികളൊക്കെ കയറി അങ്ങനെ അകത്തേക്ക് കയറുവാണ്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഡിസ്പ്ലേ അങ്ങനെ തുടങ്ങിയേക്കുവാണ് കേട്ടോ. ഇത് കണ്ടോ, എൻ്റെ ബാക്കിലെ മാങ്ങകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള മാങ്ങകളാണെന്നെല്ലാം അതിൽ തന്നെ ഒരു കടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, മാങ്ങകളുടെ പേര് എന്താണെന്നുള്ള കാര്യം. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു സൈഡ് തൊട്ട് അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ കണ്ണത്താ ദൂരത്തോളം മാങ്ങകൾ അടുക്കി വെച്ചേക്കുന്നത്. ഇത് ഓരോ പാത്രത്തിലും ഓരോ ടൈപ്പ് മാങ്ങകളാണ് കേട്ടോ. 3 വീതമാണ് ഓരോ തളികയിലും വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, തക്കോലം, ഓരോ മാങ്ങയുടെ പേരാണ് കേട്ടോ. തക്കോലം, പിന്നെ ശ്രീരാഗ. ഇത് ഈ ശ്രീരാഗ എന്ന ഈ മാങ്ങയുടെ പേരിൽ ഞാൻ ചോദിച്ചു കേട്ടോ. ശ്രീരാഗ എന്നൊക്കെ പറയുന്ന മാങ്ങയുണ്ടോന്ന്. അപ്പോൾ എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ വീട്ടിലും ഉണ്ടായേക്കുന്ന മാങ്ങകളാണിത്. അപ്പം ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴത്തേനും അവിടെയുള്ള ഭാരവാഹികൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മാങ്ങ കഴിച്ചിട്ട് അതിൻ്റെ മാങ്ങ വിത്ത് നമ്മൾ കുഴിച്ചിട്ടാൽ ചിലപ്പോൾ നമ്മൾ കഴിച്ച ആ അതേ മാങ്ങ തന്നെ ആയിരിക്കില്ല അത് മുളച്ച് വരുമ്പോൾ എന്നാണ് അവർ പറയുന്നത്. ഉദാഹരണം അവർ പറയും, ചില മാങ്ങകൾ നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചു, നല്ല മധുരം തോന്നി, നമ്മൾ ആ മാങ്ങ വിത്ത് കുഴിച്ചിട്ടെന്ന് വിചാരിക്കുക. അത് പക്ഷേ പൊട്ടി മുളച്ച് വന്ന് അതിനകത്ത് അത് വലുതായി അതൊരു മാങ്ങ ഉണ്ടാവുമ്പോൾ നമ്മൾ കഴിച്ച ആ ടേസ്റ്റ് ആയിരിക്കില്ല ചില സമയങ്ങളിൽ ഉണ്ടാവുന്നത് എന്നാണ് അവർ പറയുന്നത്.
പ്രകൃതിയുടെ ആ ഒരു വ്യതിയാനങ്ങളാവാം, അത് കൂടാതെ ചിലപ്പോൾ മണ്ണിൻ്റെ വ്യത്യാസങ്ങളാവാം, അതിൻ്റെ ആ സ്വാദും മധുരവും എല്ലാത്തിനും വ്യത്യാസം വരുത്തുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ കഴിച്ച ആ മാങ്ങയുടെ പേരായി നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ. ഈ പുതുതായിട്ട് പൊട്ടിമുളച്ച് വന്ന് വലുതായ ആ മാവിൽ നിന്നുണ്ടായ മാങ്ങയ്ക്ക് ആ ഒരു ആദ്യം നമ്മൾ കഴിച്ച ആ മാങ്ങയുടെ ആ പേരിടാൻ പറ്റില്ല. കാരണം ഇതിന് അതിൻ്റേതായ ടേസ്റ്റോ മധുരമോ ഒന്നുമല്ല. അപ്പോൾ അത് പേരില്ലാത്തൊരു മാവ് എന്ന രീതിയിൽ തന്നെ വീട്ടുകാർ ആ മാവിനെ അങ്ങനെ അങ്ങോട്ട് വളർത്തിക്കൊണ്ടുവരുന്നു. ഇത് മാങ്ങാമേളയ്ക്ക് വരുമ്പോൾ മാങ്ങ ഡിസ്പ്ലേക്ക് വെക്കുമ്പോൾ പേരില്ലാത്ത മാങ്ങയിൽ അറിയപ്പെടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ വീട്ടിൽ ആരുടെയെങ്കിലും പേരായിരിക്കും ഈ മാങ്ങയ്ക്ക് ഇട്ടിട്ടാണ് ഇത് കൊണ്ടുവയ്ക്കുന്നത്. എന്ത് വന്നാലും 1600 വരെ വ്യത്യസ്തമായ മാങ്ങകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണവും അതിൻ്റെ രുചിയും അതിൻ്റെ മധുരവും വ്യത്യാസം തന്നെയാണ്. ഒന്നിനൊന്നും സാമ്യതയുള്ള മാങ്ങകൾ ഇവിടെ ഇല്ല. എല്ലാം വ്യത്യാസമുള്ള മാങ്ങകൾ തന്നെയാണ്. പക്ഷെ മിക്കതും പേരില്ലാത്ത മാങ്ങയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പേര് ആ വീട്ടിലെ ആളുകളുടെ അംഗങ്ങളുടെ പേരോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പേരിലോ ഒക്കെയാണ് മാങ്ങകൾ ഇവിടെ ഭൂരിഭാഗം മാങ്ങകളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾക്കറിയാവുന്ന മൂവാണ്ടൻ, പ്രിയൂര്, നീലൻ, തോട്ടപ്പള്ളി, ബംഗാൾ ബ്ലാ അങ്ങനത്തെ മാങ്ങകൾക്ക് അതേ പേര് തന്നെയാണ്. അതല്ലാതെ പുതിയ തരം വ്യത്യസ്തമായ രുചികളുള്ള മാങ്ങകൾക്കെല്ലാം അതാത് വീട്ടിലെ ആളുകളുടെ പേരിലാണ് ഇവിടെ ഈ മാങ്ങാമേളയിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. എന്നാലേ മനസ്സിലാവുള്ളൂ ഇത് ഏതാണ്, ആരുടെ വീട്ടിലാണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ടൗൺ ഹാളിലേക്ക് കയറുമ്പോൾ തന്നെയുള്ള മാങ്ങകളെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ടൗൺ ഹാളിനകത്തേക്ക് പ്രവേശിക്കാം. അവിടെയും ഇതുപോലെ ഒരുപാട് തരം മാങ്ങകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആദ്യം കാണുന്നത് മാങ്ങ നാസിക് പസന്ത്. ഇതൊക്കെ ആ ഒരു ബ്രാൻഡ് മാങ്ങ തന്നെയാണ് കേട്ടോ. നാസിക് പസന്ത് എന്നുള്ള പേര് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അത് തന്നെയാണ്. പിന്നെ എനിക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ട് തോന്നിയ കുറച്ച് മാങ്ങ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, സപ്പോട്ട മാങ്ങ. ഇതൊരു ഭയങ്കര വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. മോഹനൻ കേച്ചേരി അദ്ദേഹത്തിൻ്റെ വീട്ടിലെയാണ് സപ്പോട്ട മാങ്ങ. പക്ഷെ ഭയങ്കര വ്യത്യസ്തതയുണ്ട് അല്ലേ. ഞാൻ ഇതുവരെയും സപ്പോട്ട മാങ്ങ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇത് പല വെറൈറ്റി മാങ്ങകൾ, എല്ലാത്തിൻ്റെയും തേങ്ങാ മാങ്ങ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് തരം മാങ്ങകളുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ടൗൺ ഹാളിനകത്തേക്ക് നമ്മൾ കയറുമ്പോഴാണ് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട അത്രയും വെറൈറ്റി മാങ്ങ ടൗൺ ഹാളിലേക്ക് കയറുമ്പോൾ തന്നെയാണ് ആ പുറത്ത് ഡിസ്പ്ലേ ചെയ്തേക്കാണ് കേട്ടോ. ഇത് അകത്തേക്ക് കയറുമ്പോഴാണ് ഇത് കാണുന്നത്. പ്രിയൂര് മാങ്ങയൊക്കെ നമുക്കറിയാവുന്ന മാങ്ങ, തൊലിക്കപ്പൻ മാങ്ങ അങ്ങനെ. പിന്നെ ഇത് കുളമ്പ് മാങ്ങ. ഇങ്ങനെ മാങ്ങകളോട് ഒരുപാട് ഇഷ്ടമുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെടും. കാരണം ഇത് പല വെറൈറ്റി മാങ്ങകൾ തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരുന്നത്. അതാണ് ആ മാങ്ങാമേളയിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പം മാവിനോടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള എൻ്റെ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടപ്പെടുമായിരിക്കും ഈ വീഡിയോ. ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന മാങ്ങകളുടെ കളക്ഷൻസ് കേട്ടോ. ഇതാണ് ടൗൺ ഹാളിനകമാണ്. പിന്നെ നമ്മൾ ഈ ഡിസ്പ്ലേ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ടൗൺ ഹാളിനകത്തേക്ക് ഇങ്ങനെ കയറി പിന്നെ സൈഡിലേക്ക് കയറുമ്പോൾ പുറത്തേക്ക് ഇപ്പുറത്തെ സൈഡിൽ വീണ്ടും നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ വേറെ ഒരുപാട് തരം മാങ്ങകളുടെ കളക്ഷൻസാണ് ഇപ്പുറത്തെ സൈഡിൽ കാണുന്നത്. ഈ മാങ്ങയുടെ പേര് ദയ, അനില, ശ്യാമ. ഇത് കണ്ടോ, ശ്യാമ എന്ന് പറയുന്ന ഒരു മാമിൻ്റെ വീട്ടിലുണ്ടായ മാങ്ങയാണ് ശ്യാമ എന്നാണ്. പക്ഷേ വ്യത്യസ്തമായ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ അത് ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ഒരേപോലത്തെ മാങ്ങകളല്ല, ഇതെല്ലാം വ്യത്യസ്തമായ മാങ്ങകളാണ്. അപ്പം ഇതിൻ്റെയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല ഈ മാങ്ങകളൊന്നും. ഡിസ്പ്ലേ മാത്രം. ഇതവിടെ നിന്ന സെക്യൂരിറ്റി ചേട്ടനാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത്തരം മാങ്ങകളൊന്നും നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടില്ല, ഇതെല്ലാം ഡിസ്പ്ലേക്ക് മാത്രമുള്ള മാങ്ങകളാണ്. അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി ചെന്നാൽ അവിടെയും ഇതേപോലെ ഡിസ്പ്ലേ ആണ്. എല്ലാം കൂടി ഒരു 1600-ൽ പരം മാങ്ങകളാണ് നമുക്ക് ഇതുപോലെ കാണുവാൻ സാധിക്കുന്നത്. ഇത് കണ്ടോ, ജഹാൻഗർ അങ്ങനത്തെ ഒരു മാങ്ങ, നീലൻ, ക്ഷേമ, ചുണ്ടൻ, ഒരുപാട് വ്യത്യസ്തമായ മാങ്ങകൾ കേട്ടോ. അതായത് മയിൽപീലി, ഈ മാങ്ങയുടെ പേരാണ് മയിൽപീലി. പിന്നെ ഇത് പുഞ്ചാരം, ചുവന്ന മൂവാണ്ടൻ അതാണ് ആ മാങ്ങ കേട്ടോ. മനയത്ത് ഉണ്ട, പിന്നെന്താണ് പനക്കുളം കേട്ടോ. ഈ മാങ്ങകളൊക്കെ കാണുന്നതിനൊക്കെ പേരുകളാണ് ഇതെല്ലാം കേട്ടോ. മുളരിക്കൽ ആ മാങ്ങയുടെ പേര്. ഇത് ചെമ്പൻ കോളാമ്പി, അങ്ങനെ ഒരുപാട് വെറൈറ്റി. ഞാൻ കേരി, ഉണ്ടക്കോരൻ, ഫാദസ്, പിന്നെ നെട്ടുനീർ, അങ്ങനെ ഒരുപാട് എല്ലാത്തിൻ്റെയും പേരുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുക. നമ്മൾ ആലിക്കുട്ടി ഒരു മാങ്ങയുടെ പേര്, ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ പേരാണ് ആലിക്കുട്ടി. അപ്പോൾ അവിടെ ഉണ്ടായ വ്യത്യസ്തമായൊരു മാങ്ങയാണത്.
അപ്പോൾ ഇത് റിപ്പീറ്റേഷൻ ആവർത്തനമായിട്ട് ഇവിടെ ഒരു മാങ്ങകളും വെച്ചിട്ടില്ല. ഒന്നിൻ്റെയും സ്വാദ് ഒന്നായിട്ട് സാമ്യതയില്ല. എല്ലാം വ്യത്യസ്തമായ രുചികളുള്ള മാങ്ങകൾ തന്നെയാണ് ഈ 1600 തരം വെറൈറ്റി മാങ്ങകൾ. നമ്മൾ ആദ്യം ടൗൺ ഹാളിലേക്ക് കയറി വന്നപ്പോൾ തന്നെ അവിടെ ഒരു 600 പരം മാങ്ങയുടെ പ്രദർശനം നമ്മൾ കണ്ടായിരുന്നു. കയറി ടൗൺ ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആ എൻട്രൻസ് ഭാഗത്ത് തന്നെ. പിന്നെ അതിന് ശേഷം ടൗൺ ഹാളിനകത്ത് നമ്മൾ കണ്ടു. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും ഒരു 500 പരം വെറൈറ്റി മാങ്ങകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് കൂടാതെ മുകളിലുണ്ട് ഒരു 100-300 വെറൈറ്റി മാങ്ങകൾ. നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ചുറ്റി വരുമ്പോൾ ബാക്ക് സൈഡിലുണ്ട് ഒരു 200 വെറൈറ്റി. അങ്ങനെ എല്ലാം കൂടി ഒരു 1600 വെറൈറ്റിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി ടൗൺ ഹാളിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തി. അവിടെയും ഇതുപോലെ പലതരം മാങ്ങകൾ പ്രദർശനത്തിന് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെയും പ്രദർശിപ്പിക്കാൻ സാധിക്കാത്ത സ്ഥലം തികയാണ്ട് ബാക്കി വെച്ചേക്കുന്നതാണ് താഴത്തുതാ വെച്ചേക്കണം കേട്ടോ. ഇതൊന്നും ഇവിടെ ഡിസ്പ്ലേ സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മാറ്റി വെച്ചേക്കുന്ന തരമാണ് താഴത്തിരിക്കുന്നത്. പിന്നെ ഇത് ഈ മാങ്ങയുടെ പേര് നോക്കൂ, റൊണാൾഡോ. എനിക്കിത് വ്യത്യസ്തമായി തോന്നിയ ചില മാങ്ങകൾ ഞാനിങ്ങനെ എടുത്തിങ്ങനെ കാണിക്കുകയാണ്. ഇതെല്ലാം വ്യത്യസ്തമായതാണ്, പക്ഷേ പേരുകൾക്കൊരു വ്യത്യസ്തത തോന്നുന്നത് ഞാനിങ്ങനെ കൂടുതൽ എടുത്ത് കാണിക്കുന്നു എന്നേ ഉള്ളൂ. റൊണാൾഡോ ആ മാങ്ങയുടെ പേര് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത്. പിന്നെ ഇതൊക്കെ ഭയങ്കര നമ്മൾ കാണാത്ത തരത്തിലുള്ളത്. സത്യം പറഞ്ഞ് ഇതൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടോ. എനിക്ക് ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം തോന്നി കേട്ടോ. പക്ഷെ അതിനൊന്നും നമുക്കിവിടെ ഒരു നിർവാഹവുമില്ല, അങ്ങനെ ടേസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇങ്ങനെ ജസ്റ്റ് ഷോ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതെനിക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാനും ഇങ്ങനെ വെറൈറ്റി മാങ്ങകളൊക്കെ എങ്ങനെയുണ്ട് അതിൻ്റെ സ്വാദ് എന്നൊക്കെ അറിയാൻ മാങ്ങയോട് പ്രിയമുള്ള എന്നെ പോലെയുള്ള വ്യൂവേഴ്സിന് തീർച്ചയായിട്ടും ഇഷ്ടമാവും. പക്ഷെ അതിനൊന്നും ഒരു സൗകര്യം നമുക്കിവിടെ ലഭ്യമല്ല. ജസ്റ്റ് ഇങ്ങനെ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ട് ഇതെല്ലാമാണ് ഇവിടുത്തെ മാങ്ങകളുടെ കളക്ഷൻസ്. പിന്നെ ഉണ്ട് കേട്ടോ ഭയങ്കര പേരുകൾക്ക് തന്നെ ഭയങ്കര വ്യത്യസ്തത അല്ലേ. എന്താ ആഞ്ഞിക്കല്ലൻ, മയിൽപ്പീലി എന്നുള്ള ഒരുപാട് തരം മാങ്ങകൾ ഇവിടെ ഞാൻ കണ്ടു കേട്ടോ. എനിക്ക് തോന്നുന്നത് മാങ്ങകളുടെ ഒരു ബ്രാൻഡ് നെയിമാണെന്ന് തോന്നുന്നു. ഏതോ കുറേ മാങ്ങകൾ അങ്ങനത്തെ ഒരു പേരിലുള്ളതുണ്ട്, മയിൽപ്പീലി എന്നുള്ള പേരിൽ. അപ്പം നമുക്ക് ഈ മാങ്ങകളേക്കൊന്ന് കാണാം. മാങ്ങകളോടും മാവിൻ തൈകളോടൊക്കെ ഇഷ്ടമുള്ള എൻ്റെ വ്യൂവേഴ്സിന് ഈ വീഡിയോ വളരെ ഇഷ്ടമാവും. ഇത് തന്നെയാണ് കേട്ടോ ഇനി ഇങ്ങോട്ട് ഈ വീഡിയോൻ്റെ ബാക്കി. അപ്പം ഞാനിത് മുൻകൂട്ടി പറയുകയാണ്, കാരണം ഇത് മാങ്ങാ മേളയാണ്. പ്രദർശനത്തിന് മാങ്ങകളുടെ തന്നെ പല വെറൈറ്റി കളക്ഷൻസ് ആണ്. അപ്പോൾ മാങ്ങയോട് ഇഷ്ടമുള്ള എൻ്റെ വ്യൂവേഴ്സ് തീർച്ചയായിട്ടും ഇത് കണ്ട് ആസ്വദിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ കളക്ഷൻസൊക്കെ നമുക്ക് കാണാം. നടന്നപ്പോഴാണ് സെക്യൂരിറ്റി ചേട്ടനെ കണ്ടത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ആ ചേട്ടൻ പറഞ്ഞു തന്നു. അപ്പോൾ ഇതിൻ്റെ അവരെ വിളിച്ച് എങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇതിന് നമ്മളിതിൽ കൊടുക്കും. ഇപ്പോൾ വിക്കിപീഡിയ എടുത്ത് പോയിട്ടുണ്ട്. അവർ സെർച്ച് ചെയ്തിട്ട് എല്ലാവരും കൊള്ളിക്കാവുന്നൊരു പേര് പറഞ്ഞ് അതിനെ എല്ലാവർക്കും ഇതെല്ലാം വെറൈറ്റി ആണല്ലേ, വ്യത്യസ്തമാണല്ലേ. ഒരു മാങ്ങയുടെ പോലെ അല്ല മറ്റേ മാങ്ങ, എല്ലാം വ്യത്യസ്തം. ടേസ്റ്റ് വ്യത്യസ്തം.
കളക്ഷൻസ് ആണ് ഇവിടെ മിക്കതും ആ വീട്ടിലെ ആളുകളുടെ പേരിലാണ് അറിയുന്നത്. നമ്മൾ മുകൾ ഭാഗത്ത് അത് ടൗൺ ഹാളിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള മാങ്ങകളുടെ കളക്ഷൻസ് എല്ലാം കണ്ടു. ഇനി ടൗൺ ഹാളിൻ്റെ സ്റ്റേജിൽ കുറച്ച് മാങ്ങകളുടെ കളക്ഷൻസ് കൂടിയുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് നമ്മളിത് ഇങ്ങോട്ടേക്ക് പോന്നേക്കുവാണ്. ഇവിടെ ഒരുപാട് തരം മാങ്ങകൾ, ഇതേപോലെ വ്യത്യസ്തമായ തരം മാങ്ങകൾ തന്നെയാണ് ഇവിടെ എല്ലാം പ്രദർശിപ്പിച്ചേക്കുന്നത്. അവർ പറഞ്ഞ പ്രത്യേകം നമ്മളെല്ലാവരും കേട്ടതാണല്ലോ, ഒരു മാങ്ങയെ പോലെ ടേസ്റ്റുള്ള വേറെ മാങ്ങകളൊന്നും അല്ല, എല്ലാം വെറൈറ്റിയാണ്. 1600 1600 ടേസ്റ്റാണ്. ഇത് കണ്ടോ, ഭയങ്കര വ്യത്യാസമുണ്ടല്ലോ ഇത് കാണാൻ. നീളത്തിലുള്ള ഒരു പ്രത്യേക തരം മാങ്ങ കാഴ്ചയിൽ തന്നെ നല്ല വ്യത്യാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇവിടെ ഓരോ കൗണ്ടറുകളിലും അതിൻ്റെതായ ഭാരവാഹികളുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും സംശയം മാങ്ങയെ പറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഓരോ സെക്ഷനിലും ആളുകളെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, ആൽബിൻസ്, അത് ആലപ്പുഴ, പിന്നെ കിളിച്ചുണ്ടൻ ആലുവ, നാട്ടരങ്ങ് മാങ്ങയുടെ പേരാണ് കേട്ടോ. അതെല്ലാം എന്തുമാത്രം വെറൈറ്റി ആണല്ലേ. ശരിക്കും ഇത് കണ്ടാൽ നമുക്കത് കഴിച്ചു നോക്കാൻ തോന്നില്ലേ, എല്ലാ വെറൈറ്റി. എനിക്ക് ഓരോന്നോ ടേസ്റ്റ് ചെയ്യാൻ തോന്നി. പക്ഷെ നമുക്ക് അങ്ങനെയുള്ള നിർവാഹം ഇവിടെ ഇല്ല കേട്ടോ ടേസ്റ്റ് ചെയ്യാനായിട്ടേ. റോജ ഒരു മാങ്ങയുടെ പേരാണിത്. പിന്നെ ഓരോന്നും നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. 665 667 കാണുന്നുണ്ടല്ലോ അല്ലേ. അങ്ങനെ നമ്പർ ഇട്ടിട്ടാണ് 1500 വെറൈറ്റി അവർ പറയുന്നത്. പിന്നെ ഇത് കാഞ്ഞിപ്പുഴ തടിയൻ, ആ മാങ്ങയുടെ പേരാണ് കേട്ടോ ഈ കാണുന്നത്, കാഞ്ഞിപ്പുഴ തടിയൻ. എന്തൊക്കെ വ്യത്യസ്തമായ പേരുകളല്ലേ. എന്തായാലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ചെറുതിങ്ങൾക്കൊന്നും പേര് ഞാൻ കണ്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു എന്താ ഇടാത്തതെന്ന് മനസ്സിലാവണില്ല. ഈ പച്ചക്കർ മാങ്ങ നല്ലൊരു വ്യത്യാസമായിട്ടില്ലേ, ശരിക്കും ഒരു എന്താ പറയുക, നല്ല കിളിച്ചുണ്ടൻ പോലെ എനിക്ക് തോന്നി. അതാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ മാവിനോടൊക്കെ താല്പര്യം, മാങ്ങയോടൊക്കെ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ ഈ ഒരു പ്രദർശന ഷോയിലുണ്ട് കേട്ടോ. മാംഗോ റെഡ് ജയൻറ്റ്, അതാണ് ചുവപ്പ് കളർ മാങ്ങയുടെ പേര്. പിന്നെ തിരുമല ഗോൾഡ്, അതാണ് ഈ കാണുന്നത്. ഇങ്ങനെ പല കളർ അല്ലേ. ഹൃദ്യ അതിന് മാങ്ങയെ തൊട്ടിപ്പുറത്ത് നമ്മൾ കാണുന്ന ഹൃദ്യ. പക്ഷെ ആ വീട്ടിലെ ആ വ്യക്തി കുട്ടിയുടെ പേരായിരിക്കാം ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതാ നമുക്ക് ഇവിടെ ഒരു ചേട്ടനുണ്ട്, ചേട്ടനോട് ചോദിക്കാം നമ്പർ. ഇതിന്റെയൊക്കെ പേരുകൾ കറക്റ്റ് ആണോ? ഈ ഓരോ ആൾക്കാരുടെ പേരൊക്കെ എഴുതി വെച്ചേക്കണത് അവരുടെ പേരാണോ, കൊണ്ടുവന്ന ആൾക്കാരുടെ പേര്? പക്ഷെ ഇതെല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമാണല്ലേ മാങ്ങ, വെറൈറ്റി വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ വാങ്ങിക്കാൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ബാക്കിൽ വിൽക്കാൻ വെച്ചേക്കണൊന്നും ഇതൊന്നുമില്ല അല്ലേ? ഒന്നുമില്ല, മാത്രമേ ഉള്ളൂ. ഇല്ല, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ വെറൈറ്റി മാങ്ങകളുടെ തൈ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. ഇത് കോഴിക്കോട് എന്ന് പറഞ്ഞ ഈ മാങ്ങിയപ്പോ ഇത് കോഴിക്കോടുകാർ കൊണ്ടുവന്നാണ് അത്ര തന്നെ. കോഴിക്കോട് അവിടെ വെച്ചേക്കുന്ന തൈകൾ നന്നായി പിടിക്കുമോ? അത് തന്നെ, അത് പുറത്തുള്ള ആൾക്കാർ കൊണ്ടുവയ്ക്കാനാണോ? ഇപ്പൊ ഈ സൈഡിലേക്ക് നമ്മുടെ തയ്യാറാണ്, നല്ല സെലക്റ്റഡ് ആയിട്ടുള്ള നല്ല മാവിന്റെ തയ്യാറാണ്. ഇത് അപ്പുറത്ത് യൂണിവേഴ്സിറ്റിയിലുണ്ട്. അല്ല, ഇതിന്റെ ബാക്കിൽ കുറച്ച് തൈ വിൽക്കണ്ടായിരുന്നു. നല്ല തൈയാണോ? നല്ലതാണ്. ഒട്ടുമാവാണോ പൊങ്ങിപ്പോണാണോ? ഇത് പൊന്തിപ്പോണത് ഉണ്ടാവും. അത് നമ്മ പ്രൂൺ ചെയ്ത് വെക്കണം, നിർത്തണം. എന്നാല് നല്ല രീതിയിൽ പ്രൂൺ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും രീതിയിൽ പ്രൂൺ ചെയ്യണം. കാരണം ചിലത് നമ്മ വെട്ടാൻ പറ്റാൻ മനസ്സാലോചിക്കാത്തത് കട്ട് ചെയ്ത് വെക്കണം. അത്ര രീതിയിൽ ഇതുപോലെ ഓരോ കൗണ്ടറുകളിലും ഇതിൻ്റെതായ ഭാരവാഹികൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ആ സ്ഥലത്തെ മാങ്ങകളെ പറ്റി, ആ ഭാഗത്ത് വെച്ച മാങ്ങകളെ പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം. അപ്പോൾ അതെങ്ങനെയാണ്, എവിടത്തെയാണ് എല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ലഭ്യമാണ്. കൊണ്ടുവന്ന പിന്നെ എന്തുകൊണ്ടാണ് അപ്പോൾ ഇത് വാട്സപ്പ് ഇത് നോക്കി എവിടെ കൊടുക്കണം? ഇതാണ് ശരിക്കും നല്ല ഭംഗിയുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടു. ഇത് സിന്ദൂരി അങ്ങനെ എന്തെങ്കിലും ആണോ ഇത്? അല്ല, ഈ നമ്പർ അല്ല, KLB 15 ALB 7 ഉണ്ട്.
അത് നമ്മൾ ഓരോരുത്തർ കൊണ്ടുവന്നതിൻ്റെ ഇനി നമുക്ക് ഏതെങ്കിലും നല്ലതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അതെ അതെ അങ്ങനെ നമ്പർ എഴുതിയിട്ടുണ്ട്. ഈ മാങ്ങ മേള എനിക്ക് ഒരുപാട് സന്തോഷം പകർന്നു തരുന്നത് തന്നെയായിരുന്നു. കാരണം എനിക്കും മാങ്ങ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ഒരുപാട് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആളുകൾക്കും മാങ്ങ ഇഷ്ടമില്ലാത്ത ആൾക്കാരില്ലല്ലോ അല്ലേ. പക്ഷേ ഒരു നിർദ്ദേശം ഒരു സജഷൻ എനിക്കുണ്ടായിരുന്നത് നമ്മളിതൊക്കെ ഇങ്ങനെ കണ്ടു പോകാമെന്നല്ലാതെ നമുക്കിവിടെ വന്ന് ഇത്രയും വെറൈറ്റി മാങ്ങകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാമെന്നല്ലാതെ നമുക്കതൊന്ന് സ്വാദ് നോക്കുവാനോ അതിൻ്റെ തൈകൾ കിട്ടുവാനോ അങ്ങനെയുള്ള യാതൊരു നിർവാഹവും ഇല്ല. ഇവർ പറഞ്ഞ വാട്സപ്പ് നമ്പർ നമ്മുടെ നമ്പർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഗ്രൂപ്പിലിടാം. ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പുണ്ട്, ഇങ്ങനത്തെ ഈ മാങ്ങയുടെ ഒരു ഗ്രൂപ്പുണ്ട്. മാവും തൈകളുടെയും ഇത്രയും മാങ്ങകളുടെയൊക്കെ ഇത് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത ആളുകളുടെയൊക്കെ ഗ്രൂപ്പുണ്ട്. അപ്പം നമുക്ക് ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ പറഞ്ഞാൽ നമുക്ക് അവരായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്ക് മാവൻ തൈകളോ മാങ്ങയൊക്കെ കിട്ടാനുള്ള ചാൻസുകളുണ്ട്. അങ്ങനെ നമുക്ക് കോർഡിനേറ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്ത് ഏൽപ്പിച്ചാൽ അവർ ആ ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്യും. നമുക്കിതിനകത്ത് ഏതാണോ ആഗ്രഹം, മാങ്ങ കഴിക്കണമെന്നോ കാണണമെന്നോ നമുക്ക് അതിന് തൈ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നമ്മൾ നമ്പർ ആഡ് ചെയ്ത് നമുക്ക് കൺസേൺ പാർട്ടീസായിട്ട് നമുക്ക് സംസാരിക്കുകയും നമുക്ക് ഈ മാങ്ങകളെ നമുക്ക് ലഭിക്കുവാനൊക്കെ ഇത് അങ്ങനെ ചെയ്യാം. അല്ലാതെ ഇവിടെ വന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ചെയ്യാനൊന്നും നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വാട്സപ്പ് നമ്പർ കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ ഭൂരിഭാഗം നമ്മുടെ ഭാരവാഹികൾ പറയുന്നത് ഈ മാങ്ങകൾക്കൊക്കെ എത്രത്തോളം മധുരം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാത്തിനും മധുരം ഉണ്ടെന്ന് പറയാനും പറ്റില്ലല്ലോ. അപ്പോൾ കാഴ്ചയിൽ ഭംഗിയുള്ള മാങ്ങകൾ കണ്ടാൽ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കൺസേൺ പാർട്ടീസായിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് ഗ്രൂപ്പാണല്ലോ, കോൺടാക്ട് ചെയ്ത് നമുക്കത് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ തൈ അവരായിട്ട് സംഘടിപ്പിക്കുക, അവരോട് കോപ്പറേറ്റ് ചെയ്യുക, കോർഡിനേറ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ തൈ കെട്ടി ടേസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ ഇവിടെ നമുക്ക് ഒരു സാധ്യതയാണ് നമുക്കിവിടെ ഉള്ളത്. എന്താണെങ്കിലും മാങ്ങ കണ്ട് അത്രയും ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ ഒരു അവസരം നമുക്ക് ഈ മാങ്ങാമേളയിൽ നിന്നും ലഭ്യമാണ്. നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് കൺസേൺ ആൾക്കാരായിട്ട് കോർഡിനേറ്റ് ചെയ്യാനുള്ള അവസരം നമുക്ക് ഇവിടെ ആക്കിത്തരും. ആൾക്കാരുടെ പല മാങ്ങകൾക്കും പേരില്ല. ഇപ്പൊ നമ്മുടെ വീട്ടില് വിത്തുണ്ടായും മുളച്ചുണ്ടായും ഒരു മാവ് ചിലപ്പോൾ പുതിയൊരു എണ്ണയായിരിക്കും. മിക്കവാറും അങ്ങനെയാണ്. അതെന്നുവെച്ചാൽ ഈ ഒരു മൂന്നാല് മാത്രമേ അറിയാൻ കിട്ടുള്ളൂ. ബാക്കി ഏത് മാവും മുളച്ച് വരുമ്പോൾ പുതിയൊരു എണ്ണയായിട്ട് ആണല്ലേ. അത് നമുക്ക് പേരറിയില്ല. അപ്പൊ മൂവാണ്ടന്റെ വിത്ത് കൊണ്ട് ഇട്ടാലും മൂവാണ്ടൻ കിട്ടും. മൂവാണ്ടൻ കിട്ടും. അല്ലാത്ത ഒരുപാട് മാവുകളുണ്ട്. അതിന്റെ നമ്മൾ ക്രോസ് ബ്രീഡ് ആയിരിക്കും. അപ്പൊ അത് നമുക്ക് പുതിയൊരു എണ്ണയായിരിക്കും. അവർക്ക് വീട്ടുകാർക്ക് അറിയില്ല, നമുക്കും അറിയില്ല, ആർക്കും അറിയില്ല. അത് ചിലപ്പോൾ ആ ഒരു മാവൊക്കെ ഉണ്ടാവുള്ളൂ. അതിന് പേര് അവരോട് ഇടാൻ പറയും. അതാണ് ഇങ്ങനെ മേനകാലിന്റെ നിങ്ങളെന്തെങ്കിലും പേരിട്ടോന്ന് പറഞ്ഞാൽ നമ്മളെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള പേര് അങ്ങനെ ഇടുവാണ്. ശരി, അങ്ങനെയാണ് പേര് വന്നേക്കുന്നത്. അപ്പൊ ഇതൊന്നും ആരും കഴിച്ചു നോക്കിയിട്ടില്ല ഇവിടെ, നമുക്കൊന്നും അറിയില്ല. പലതും കഴിച്ചു നോക്കിയില്ല. ആദ്യമായിട്ട് കാണുന്ന മാങ്ങകളെ നമ്മളൊരു ഗ്രൂപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ പല സ്ഥലത്തും വരുന്ന മാങ്ങകൾ പലരും ആദ്യമായിട്ട് കാണാം. അപ്പോൾ ഇതെല്ലാമാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അപ്പോൾ ഒരു ലൈക്കും ഷെയറും വാല്യുബിൾ കമൻസും മറക്കരുത് കേട്ടോ. പ്രത്യേകിച്ചും മാങ്ങയുള്ള ഇഷ്ടമുള്ള ആളുകൾക്ക്, മാവിനോടും മാവിൻ തൈകളോടൊക്കെ ഇഷ്ടപ്പെട്ട എൻ്റെ വ്യൂവേഴ്സിന് ഈ വീഡിയോ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നെനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്കൊരു അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ ഫ്രണ്ട്സ്. സ്റ്റേ ഹാപ്പി ഓൾവേസ്.